ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റിൽ കശുവണ്ടി പരിപ്പില്ല. എന്നാൽ ഈ ഓണക്കിറ്റിൽ നിന്ന് കശുവണ്ടി പരിപ്പ് ഒഴിവാക്കിയതിൽ ന്യായീകരണവുമായി മന്ത്രി ബിന്ദു കൃഷ്ണ എത്തിയിട്ടുണ്ട്. കശുവണ്ടി പരിപ്പ് ഒഴിവാക്കിയത് താൻ അറിഞ്ഞില്ലെന്നായിരുന്നു മന്ത്രിയുടെ വാദം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, ഏതായാലും കഴിഞ്ഞ സർക്കാർ 100 കോടി രൂപയാണ് കശുവണ്ടി പരിപ്പിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നത്. അതിലൂടെ കശുവണ്ടി തൊഴിലാളികൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലും നിരവധി പേർക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചിരുന്നു. ഇവിടെ മന്ത്രി തന്നെ പറയുകയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട കിറ്റായിരിക്കും എന്ന് ഇത്തവണത്തേന്ന്. എന്താണ് ബിന്ദു കൃഷ്ണ പറഞ്ഞൊഴിഞ്ഞത്? അല്ല, അവര് ഈ മന്ത്രി ബിന്ദു കൃഷ്ണ ഒരു കശുവണ്ടി തൊഴിലാളിയുടെ മകൾ എന്ന നിലയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ മുഴുവനും കശുവണ്ടി ഫാക്ടറികളിൽ പോയി അവിടുത്തെ കശുവണ്ടി തൊഴിലാളികളോട് വോട്ട് അഭ്യർത്ഥിച്ചപ്പം പറഞ്ഞത്. അതിന് കടകവിരുദ്ധമായി ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ വി.ഡി. സതീശൻ സർക്കാരിന്റെ യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ ഓണം, ആ ഓണത്തിന്റെ കിറ്റിൽ നിന്ന് ആ കശുവണ്ടി തൊഴിലാളികളെ മറന്നുകൊണ്ട് കശുവണ്ടി തൊഴിലാളികൾ അവരുടെ കയ്യൊപ്പോട് ചകയ്പ് ചാർത്തിയ കഴിഞ്ഞ 5 വർഷമായി LDF സർക്കാരിന്റെ കാലത്ത് നൽകി വന്ന കശുവണ്ടി പരിപ്പ് ഓണക്കിറ്റിൽ നിന്നും ഒഴിവാക്കി. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് താൻ അറിഞ്ഞില്ല എന്ന മറുപടി മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞത്. അതെന്തായാലും ഈ വരുന്ന ഓണക്കിറ്റിൽ, ഞങ്ങൾ നൽകാൻ പോകുന്ന ഓണക്കിറ്റിൽ മികച്ച ഓണക്കിറ്റായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദുകൃഷ്ണ സത്യം പറഞ്ഞാൽ തടിയൂരുകയായിരുന്നു. ശരി, രാജ്കുമാറാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.